ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു CW. എല്ലാവരും നന്നായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പായി നിങ്ങൾക്ക് ഇന്നലെ ഞാൻ ഒരു റിവൈസബിൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടുന്ന മാൻഡറിൻ ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യ പുസ്തകം ഏതാണ് എന്നാണ്. നമ്മൾ ഇന്നലെ ഈ ക്വസ്റ്റ്യൻ വീഡിയോയിൽ ഡിസ്കസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉത്തരം തായ്വാൻ ട്രാവലോഗാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എല്ലാവരും ഇത് എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. തീം: ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്റ്റ്. നക്ഷത്രങ്ങളുടെ എണ്ണം 18 ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ ലോഗോ പരിഷ്കരിച്ചു. റെയിൽവേയുടെ ലോഗോയിൽ ഇപ്പോൾ 17 നക്ഷത്രങ്ങളാണുള്ളത്. റെയിൽവേ സോണുകളുടെ എണ്ണം 18 സാഹചര്യത്തിലാണ് നക്ഷത്രങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. 18ാമത്തെ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേയാണ്, വിശാഖപട്ടണം. ഇത് ജൂൺ 1 മുതലാണ് പരിഷ്കരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു നക്ഷത്രം റെയിൽവേ കോസ്റ്റുകളെയല്ല സൂചിപ്പിക്കുന്നത്. അതേതാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ പുതിയ ഉത്തരവ് പ്രകാരം വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്ത സ്ഥാപനം ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ BCCI സർക്കാരിൻ്റെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ അല്ലാത്ത സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഷട്ടിൽ ബസ് ന്യൂഡൽഹിയിലെ സെൻട്രൽ വസതിയിൽ സർവീസ് ആരംഭിച്ചു. AI സാങ്കേതിക വിദ്യ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രം വാഗ്ദത്ത ഭൂമി. തിരക്കഥ സംവിധാനം സിദ്ദിഖ് പറവൂർ. ഇന്ത്യയിലെ ആദ്യത്തെ AI ആർട്ട് ഹൗസ് സിനിമയാണ് വാഗ്ദത്ത ഭൂമി. ഒരു രംഗം പോലും ക്യാമറയിൽ ഷൂട്ട് ചെയ്യാതെ പൂർണ്ണമായും വിവിധ AI പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. ഓസ്ട്രേലിയൻ ആഭ്യന്തര T20 ടൂർണമെൻ്റായ ബിഗ് ബാഷ് ലീഗ് BBL 2026-27 ഉദ്ഘാടന മത്സരത്തിന് വേദിയാകാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ പ്രശസ്തമായ സ്റ്റേഡിയം MA ചിദംബരം സ്റ്റേഡിയം, ചെന്നൈ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL ഫുട്ബോളിൽ ഇന്റർ കാശിയെ 2-1 തോൽപ്പിച്ച് കിരീടം സ്വന്തമാക്കിയ ടീം ഈസ്റ്റ് ബംഗാൾ. 22 വർഷങ്ങൾക്ക് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ദേശീയ ഫുട്ബോൾ ലീഗിൽ ജേതാക്കളാകുന്നത്. അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളും മലിനീകരണ തോതും കൃത്യമായി നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ഡ്വാക്കി ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. 2026 ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൻ്റെ വേദി ന്യൂഡൽഹി. ഓസ്ട്രേലിയൻ സൈന്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കരസേനാ മേധാവിയായി നിയമിതയായ ആദ്യ വനിത ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിൽ. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിൽ നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സഡത് വികാസ പുരസ്കാര വിഭാഗത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രാജ്യത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്, ആലപ്പുഴ. വിശദാംശം: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചതിനുള്ള ദേശീയ അംഗീകാരമാണിത്. ദ ക്യൂരിയസ് ആൻഡ് ക്ലാസിഫൈഡ് അൺഎർത്തിങ് മിലിറ്ററി മൈറ്റ്സ് ആൻഡ് മിസ്റ്ററീസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ, ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവി. വിശദാംശം: ഇന്ത്യൻ സായുധ സേനയുമായി ബന്ധപ്പെട്ട് അധികം ആരും അറിയാത്ത കഥകൾ, ചരിത്രപരമായ വസ്തുതകൾ, ഐതിഹ്യങ്ങൾ, പട്ടാളക്കാരുടെ ജീവിതത്തിലെ രസകരമായ അനുഭവങ്ങൾ എന്നിവയാണ് പുസ്തകത്തിൻ്റെ പ്രമേയം. 2026 മെയ് മാസത്തിലെ കണക്കുപ്രകാരം ഏറ്റവും കൂടുതൽ ശർക്കര ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. 2026 കിഴക്കൻ മേഖല കാർഷിക സമ്മേളനം നടന്ന നഗരം ഭുവനേശ്വർ. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഇന്ത്യ, ന്യൂഡൽഹി. 16ാം കേരള മന്ത്രിസഭയിൽ സാംസ്കാരികം, ടൂറിസം, സിനിമ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് PC വിഷ്ണുനാഥ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 16ാം കേരള മന്ത്രിസഭയിൽ OJ ജനീഷ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ കായികം, യുവജനകാര്യം, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, മൃഗശാല.
അടുത്തതായിട്ട് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റത് KA തുളസി. 16ാം കേരള മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ T സിദ്ദിഖിൻ്റെ മണ്ഡലം കൽപ്പറ്റയാണ്. അപ്പോൾ ഇന്ന് റിവൈസബിൾ ക്വസ്റ്റ്യനിൽ ഒരു പുതിയ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 2026 ഏപ്രിലിൽ സ്വന്തമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നയം രൂപീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ താങ്ക് യു. നാളെ കാണാം.